9 വയസ്സുള്ളപ്പോഴാണ് നെടുങ്കണ്ടം കൊമ്പയാർ കുറ്റനാട് സനിൽകുമാറിന്റെയും രാജിയുടെയും മകനായ ശ്രീഹരി മുടി വളർത്താൻ തുടങ്ങിയത്. ക്യാൻസർ രോഗികൾക്ക് നൽകാൻ മുടി വളർത്തണമെന്ന ആഗ്രഹം ശ്രീഹരി തന്നെയാണ് അച്ഛനോട് പറയുന്നത്. തുടർന്ന് മകന്റെ ആഗ്രഹം സനിൽ സ്കൂൾ അധികൃതരെ അറിയിച്ചു. പിന്നീട് പ്രധാനാധ്യാപകന്റെ അനുമതിയോടെ ശ്രീഹരി മുടി വളർത്തുകയായിരുന്നു. മാരക രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു ഈ കുഞ്ഞു മനസ്സിൽ. ഞാൻ ആദ്യമേ ബാർബർ ഷോപ്പിലൊക്കെ പോയി മുടി വെട്ടാതിരിക്കുമായിരുന്നു. അന്നേരം കുറച്ചു നാൾ കഴിയുമ്പോൾ മുടിക്ക് അത്യാവശ്യം നീട്ടമായിരുന്നു. അന്നേരം ഇതേപോലെ ക്യാൻസർ പേഷ്യൻസിന് ഉള്ള ആന്റിമാർക്കൊക്കെ ഈ കീമോ ചെയ്ത് കഴിയുമ്പോൾ മുടി പോകും. അന്നേരം അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് വളർത്തിയതാ. എന്നാൽ മുടി മുറിക്കാറായപ്പോഴേക്കും ശ്രീഹരിയുടെ പിതാവ് സനിൽകുമാറിന് ക്യാൻസർ പിടിപെട്ടു. 8 മാസം മുൻപാണ് സനിൽകുമാർ ക്യാൻസർ രോഗബാധിതനാണെന്ന് കണ്ടെത്തുന്നത്. സനിലിന്റെ രോഗവിവരം ശ്രീഹരിയെ മാത്രമല്ല ആ കുടുംബത്തെ ആകെ തളർത്തി. ലെൻസ് ക്യാൻസർ സ്റ്റേജ് 4 ആണ്. ആദ്യം എന്നോട് ആരും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. വീട്ടിലൊക്കെ ഇപ്പൊ ഇവര് ആരും എന്നോടത് മറച്ചു വെച്ചേക്കുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കിനാണ് അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത് ഞാനും കണ്ടത്. പെയിന്റിംഗ് തൊഴിലാളിയായ സനിൽകുമാറിന് ഇപ്പോൾ പ്രതിമാസം 1 ലക്ഷം രൂപയോളം വേണം ചികിത്സയ്ക്കായി. സുഹൃത്തുക്കളും മറ്റും സഹായിക്കുന്നുണ്ട്. എങ്കിലും തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം ഉണ്ടായേ തീരൂ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും പ്രാർത്ഥന ഇതൊക്കെ കൊണ്ട് സഹായങ്ങളൊക്കെ കൊണ്ട് പഴയ രീതിയിലൊക്കെ തന്നെ തിരിച്ചു വരുമെന്ന് തന്നെ 100% ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച ശ്രീഹരി മുടി മുറിച്ചു നൽകും. വീണ്ടും മുടി വളർത്തുവാനാണ് ശ്രീഹരിയുടെ ആഗ്രഹം. കാരണം ക്യാൻസർ രോഗത്തെ അതിജീവിക്കേണ്ടത് ഇന്ന് ശ്രീഹരി ഉൾപ്പെടുന്ന കുടുംബം കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി. വല്ലാത്തൊരു വിധി എന്നൊക്കെ പറയല്ലേ. ഒരു നല്ല മനസ്സോടുകൂടി ആ കുഞ്ഞ് ചെയ്ത്, പക്ഷെ ആ ഒരു വലിയ ഒരു സങ്കടകരമായ കാര്യം വീട്ടിൽ തന്നെ വന്ന് ഭവിക്കുമ്പോൾ അവൻ തകർന്നു പോകേണ്ടതാണ്. പക്ഷേ നല്ല ചുണക്കുട്ടനായിട്ടിരിക്കട്ടെ. അവൻ്റെ ആത്മവിശ്വാസവും ആത്മബലവും ഒന്നും ചോരാതിരിക്കട്ടെ. അച്ഛൻ സുഖമായിട്ട് തന്നെ വരും. ശ്രീഹരി, നന്ദുഷ നമ്മളോട് പറയും. നന്ദുഷ, എങ്ങനെയാണ് ശ്രീഹരിക്കും ആ കുടുംബത്തിനുമൊക്കെ എല്ലാവരിൽ നിന്ന് കിട്ടുന്ന പിന്തുണ? ആ കുഞ്ഞു മനസ്സ് പറയുന്നത്? അതെ, ഈ ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ച് നൽകുന്ന ഒരു സംഭവം, അങ്ങനെ ഒരു പ്രവൃത്തി ഇപ്പോൾ പുതുമയുള്ള കാര്യമല്ല, നിരവധി ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്രീഹരിയുടെ കാര്യത്തിൽ അത് കുറച്ച് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 9 വയസ്സുള്ളപ്പോഴാണ് ശ്രീഹരിക്ക് ഇത്തരത്തിലൊരു തോന്നലുണ്ടാകുന്നത്. അർബുദ രോഗത്തെപ്പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന രോഗികൾക്കും ഒരു കരുത്തായി മാറുന്ന പ്രവൃത്തി തൻ്റെ ഈ കുഞ്ഞ് കാലയളവിൽ അല്ലെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് 9 വയസ്സുള്ള ശ്രീഹരി മുടി വളർത്താൻ തുടങ്ങിയത്. കാര്യം ആദ്യം അച്ഛൻ സനിൽകുമാറിനോടാണ് ഈ കാര്യം ആദ്യം ശ്രീഹരി പറയുന്നത്. ഇത്തരത്തിൽ മുടി വളർത്തണമെന്ന ആഗ്രഹമുണ്ട് അർബുദ രോഗികൾക്ക് കൊടുക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോൾ സനിൽകുമാറാണ് അതിൻ്റെ എല്ലാ പിന്തുണയും ശ്രീഹരിക്ക് നൽകുന്നത്. ഉടൻ തന്നെ സനിൽകുമാർ ഈ ശ്രീഹരി പഠിക്കുന്ന സ്കൂളിലെ പ്രഥമാധ്യാപകനെ കണ്ട് ഇതിനുള്ള അനുമതി വാങ്ങി. കാര്യം ഇത്രയധികം മുടി വളർത്തിക്കൊണ്ട് സ്കൂളിലേക്കൊക്കെ ചെല്ലുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാൽ അധ്യാപകരുടെ അനുമതി സനിൽകുമാർ വാങ്ങി. അതിനുശേഷം 3 വർഷമായി ശ്രീഹരി മുടി വളർത്തുകയാണ്. അതിനിടയിലാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു 8 മാസം മുൻപ് ശ്രീഹരിയുടെ അച്ഛനായിട്ടുള്ള സനിൽകുമാർ തന്നെ അസുഖം പിടിപെടുകയാണ്, അർബുദം തന്നെ പിടിപെടുകയാണ്. എന്നിട്ടും തളരാതെ ആ കുടുംബം മുന്നോട്ട് പോയി. വലിയ ഭീമമായ തുകയൊക്കെ ചികിത്സയ്ക്ക് ചിലവാകുമെങ്കിൽ പോലും പെയിൻറ്റിംഗ് തൊഴിലാളിയായ സനിൽകുമാറിൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് അതൊക്കെ കണ്ടെത്തി അവരിപ്പോൾ രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. 3 വർഷമായി ശ്രീഹരി വളർത്തുന്ന മുടി നല്ല നീളത്തിൽ, ഇപ്പോൾ ശ്രീഹരിയൊക്കെ കണ്ട് പുറകിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ പോലെ തോന്നുന്ന തരത്തിലേക്കൊക്കെ അത്രയ്ക്ക് നീളത്തിൽ, പെൺകുട്ടികളുടെ അത്രയും നീളത്തിൽ മുടി വളരുന്ന ഒരു രീതിയിലേക്കൊക്കെ ശ്രീഹരി മുടി വളർത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയോടെ ശ്രീഹരി ഈ മുടി മുറിച്ച് രോഗികൾക്ക് നൽകുന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം ഇനിയും, അതായത് ഇപ്പോൾ മുറിച്ച് നൽകിയാലും വീണ്ടും ഇത്തരത്തിൽ ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യാനായി മുടി വളർത്തുവാൻ തന്നെയാണ് ശ്രീഹരിയുടെ തീരുമാനം. അതോടൊപ്പം അച്ഛൻ്റെ ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ അച്ഛനും ഒരു മനക്കരുത്ത് നൽകുക എന്നുള്ളതാണ് കുഞ്ഞ് ശ്രീഹരിയുടെ മനസ്സിലെ ഒരു ഉദ്ദേശം. ഈ കുടുംബം മുഴുവൻ സനിൽകുമാറിൻ്റെ രോഗം പൂർണ്ണമായും ഭേദമാകുവാനായി കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ ഈ അച്ഛൻ്റെയും മകൻ്റെയും ഈ കുടുംബത്തിൻ്റെ ആകെ നന്മയുടെ ഒരു കരുത്തിൽ ഈ സനിൽകുമാർ ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തനായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ശ്രീഹരി എന്ന മിടുക്കൻ്റെ മനസ്സിലുണ്ടായ നന്മ, ആ നന്മയുടെ കരുത്ത് അച്ഛനും അമ്മയ്ക്കുമൊക്കെ സന്തോഷമാകുന്ന ഒരു പ്രവൃത്തിയിലേക്ക് മകൻ പോയി. ആ കുടുംബത്തിന് ഉണ്ടാകുന്ന ഈ ഒരു സങ്കട കാലയളവ് അത് മാറി സന്തോഷത്തിൻ്റെ ചിരിയുടെയൊക്കെ കാലത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ. ശ്രീഹരി നല്ല മിടുക്കനായിട്ടിരിക്കുക, അച്ഛനും സുഖമായിട്ട് വരും. അപ്പോൾ എല്ലാ ആശംസകളും ശ്രീഹരിക്കും കൂടി അറിയിക്കുകയാണ്.